വർഷം 1987 സെപ്റ്റംബർ 25 മരോൾ പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സിലെ ആ വീട്ടിൽ 9 മാസം ഗർഭിണിയായ തൻ്റെ ഭാര്യയെ ചേർത്ത് നിർത്തി നെറുകയിൽ ചുംബിച്ച് ഒരു പുഞ്ചിരി സമ്മാനിച്ച് അയാൾ പുറത്തേക്കിറങ്ങി. തൻ്റെ സന്തത സഹചാരിയായ ആ കറുത്ത ബുള്ളറ്റിൽ കയറി ഭാര്യയോട് കൈവീശി കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, കൃത്യം 9 മണിക്ക് തന്നെ ഞാൻ എത്തും, നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാം, അച്ഛനോടും പറഞ്ഞേക്ക്. ആ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് അയാൾ മരോളിലെ ആ പോലീസ് ക്വാർട്ടേഴ്സ് കോളനിയുടെ ഗേറ്റ് കടന്നുപോയി. പിന്നീട് അയാളെ ആരും കണ്ടില്ല. ബോംബെ സാന്താക്രൂസ് പോലീസ് സ്റ്റേഷനിലെ ക്രൈം വിഭാഗം കൈകാര്യം ചെയ്യുന്ന സബ് ഇൻസ്പെക്ടറായ ആ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ പ്രഭാകർ ഗംഗാറാം ഷിൻഡെ 1987 സെപ്റ്റംബർ 25 ഉച്ച കഴിഞ്ഞ് കാണാതായിരിക്കുന്നു. അയാൾ മുംബൈ നഗരത്തിന്റെ ഏതോ ഒരു കോണിൽ മറഞ്ഞുപോയി. മുംബൈ ദ ആഫ്റ്റർനൂൺ പോയി ഇഗ്നേഷ്യസ് പെരേര എന്ന പത്രപ്രവർത്തനം നടത്തിയ അന്വേഷണങ്ങളിലൂടെ ബോംബെ ടു മുംബൈ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഓർമ്മത്താളുകളിൽ കുറിച്ചിട്ട ഒരു മിസ്സിംഗ് കേസ്. മാലൂരിന്റെ കഥ പറച്ചിലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. 1987 ഓഗസ്റ്റ് മാസത്തിലെ ഒരു സായം സന്ധ്യ ജൂഹു ബീച്ചിലെ ബ്യൂട്ടി പാർലറിൽ നിന്നും തന്റെ ആഴ്ചയിലൊരിക്കലുള്ള സന്ദർശനം കഴിഞ്ഞ് ഇറങ്ങാനൊരുങ്ങുകയായിരുന്നു മിസ്സിസ് ഭവയാർലാൽ. പുറത്ത് മഴ ചന്നം പിന്നം പെയ്യുന്നുണ്ട്. അവരുടെ വാഹനം വരാൻ അല്പം താമസിക്കും. അവർ ആ ബ്യൂട്ടി പാർലറിന്റെ മുന്നിൽ വാഹനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. 13-14 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സുന്ദരനായ ബാലൻ. അവൻ മഴ നനഞ്ഞു നിൽക്കുകയാണ്. അവൻ ചുറ്റും നോക്കുന്നുണ്ട്. ഭയചകിതനാണവൻ. അവർക്ക് അവനോട് ഒരു അനുകമ്പ തോന്നി. അവനെ അടുത്ത് വിളിച്ചു. അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ മടിച്ച് അവൻ്റെ പേര് പറഞ്ഞു, അനിൽകുമാർ സിംഗ്. അപ്പോഴേക്കും അവരുടെ വാഹനം അവരുടെ അടുത്തെത്തിയിരുന്നു. അവർ വാഹനത്തിൽ കയറിയെങ്കിലും അവർക്ക് ആ ബാലനെ അവിടെ കളഞ്ഞിട്ട് പോരാൻ തോന്നിയില്ല. അവർ അവനെ ഒപ്പം കൂട്ടി വീട്ടിൽ കൊണ്ടുവന്നു, ഭക്ഷണം കൊടുത്തു. അവരുടെ ഭർത്താവ് ഭവയാർലാൽ ഒരു രത്ന വ്യാപാരിയാണ്. അയാൾ വൈകിട്ടോടെ വീട്ടിലെത്തി. ഈ ബാലനെ കണ്ടു. അവർ പറഞ്ഞു, ഇവനെ തെരുവിൽ നിന്ന് കിട്ടിയതാണ്, ഏതോ നല്ല കുടുംബത്തിൽ പിറന്ന കുഞ്ഞാണ്, ഇവൻ ഇവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കട്ടെ, പതിയെ നമുക്കിവൻ്റെ വീട് അന്വേഷിക്കാം. ഭവയാർലാൽ ചമ്പാലാൽ ജയൻ അതിന് സമ്മതിച്ചു. പെട്ടെന്ന് തന്നെയാണ് അവൻ അവരുടെ പൊന്നോമനയായി മാറിയത്. സ്നേഹവും വാത്സല്യവും അവർ അവന് ആവോളം നൽകി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ചമ്പാലാലിന് ഒരു ബന്ധുവിന്റെ വിവാഹത്തിന് പോകണം. അവർ രണ്ടുപേരും അനിൽകുമാറിനെ വീടേൽപ്പിച്ച് വിവാഹ ചടങ്ങിലേക്ക് പോയി. ചടങ്ങ് കഴിഞ്ഞ് അവർ തിരിച്ചെത്തിയപ്പോൾ വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും സംശയമായി. അവർ അനിൽകുമാറിനെ ഉറക്കെ വിളിച്ചു. അനിൽകുമാർ വിളി കേട്ടില്ല. ഈ പയ്യൻ എവിടെ പോയി? ചാരിയിട്ട കതക് തുറന്ന് അവർ അകത്ത് കയറി. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് ബെഡ്റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുന്നു. അവർ ഓടി ബെഡ്റൂമിലെത്തി. ബെഡ്റൂമിൽ അവർ പണം സൂക്ഷിച്ചിരുന്ന ആ ഇരുമ്പലമാര ആരോ കുത്തി തുറന്നിരിക്കുന്നു. പണം മാത്രമല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്, കുറച്ച് രത്നങ്ങളും സ്വർണങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വർണം ഭവയാർലാൽ ചമ്പാലാൽ ജയന്റെ കുടുംബ സ്വത്തായിരുന്നു. അയാൾ ഉടൻ തന്നെ സാന്താക്രൂസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. സാന്താക്രൂസ് പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി. ഒരു രത്ന വ്യാപാരിയുടെ വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നു. അതും അന്നത്തെ കാലത്തെ ഏതാണ്ട് 2 ലക്ഷത്തിന് മുകളിൽ സ്വർണവും പണവും ആഭരണങ്ങളും. വിരലടയാള വിദഗ്ധരെത്തി. ഡോസ് കോഡ് എത്തി. അവിടേക്കാണ് പ്രഭാകർ ഗംഗാറാം ഷിൻഡെ എന്ന സമൃദ്ധനായ സബ് ഇൻസ്പെക്ടർ എത്തുന്നത്. അയാൾ അവിടെയെല്ലാം തറമായി ചെക്ക് ചെയ്തു. വിരൽ അടയാള വിദഗ്ധർ
അനിൽകുമാറിന്റെ വിരലടയാളം മാത്രമേ കണ്ടെത്തിയുള്ളൂ. സീനിയർ ഇൻസ്പെക്ടർ പ്രഭാകർ ഗംഗാറാം ഷിൻഡയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. കാരണം സമർത്ഥനാണ് അയാൾ ഏറ്റെടുത്ത എല്ലാ കേസുകൾക്കും അയാൾ തുമ്പുണ്ടാക്കിയിട്ടുണ്ട്. അയാൾ മിസ്സിസ് ഭാവയാർ ലാലിനെ ചോദ്യം ചെയ്തു. അവരിൽ നിന്നും വ്യക്തമായ ഒരു ലീഡ് ലഭിച്ചു. എപ്പോഴൊക്കെയോ അനിൽകുമാർ പറഞ്ഞിരുന്നു പാറ്റ്നയെക്കുറിച്ച്. അനിൽകുമാറിനും പാറ്റ്നയുമായി എന്തോ ഒരു ബന്ധമുണ്ട്. ഉടൻ തന്നെ സീനിയർ ഇൻസ്പെക്ടറെ പ്രഭാകർ വിവരമറിയിച്ചു. പാറ്റ്നയിൽ പോകണം, അവിടെ അന്വേഷിക്കണം, എങ്കിൽ മാത്രമേ അനിൽകുമാറിനെ കിട്ടുകയുള്ളൂ. പാറ്റ്നയിലേക്ക് പോകുന്ന പോലീസുകാരുടെ ചെലവ് താൻ വഹിച്ചുകൊള്ളാമെന്ന് ഭവയാർലാൽ ചമ്പാലാൽ ജയനേറ്റു. സീനിയർ ഇൻസ്പെക്ടർ അനുവാദം കൊടുത്തു. പ്രഭാകർ ഗംഗാറാം ഷിൻഡയും 2 കോൺസ്റ്റബിൾമാരും അനിൽകുമാർ എന്ന ആ 15 വയസ്സുകാരനെ തേടി പാറ്റ്നയിലേക്ക്. കൂടെ ഭവയാർലാലും ഉണ്ട്. അവർ പാറ്റ്നയിലെത്തി. പാറ്റ്നയിലെ ഓരോ പോലീസ് സ്റ്റേഷനും കയറി അവർ അന്വേഷിച്ചു. അവർക്ക് അധിക ദൂരം പോകേണ്ടി വന്നില്ല. അനിൽകുമാറിനെ അന്വേഷിച്ച്. അനിൽകുമാർ ഒരു നിത്യ കള്ളനാണ്. അവിടുത്തെ ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനായ വിജയകുമാർ സിംഗിന്റെ മകനാണ് ഈ അനിൽകുമാർ സിംഗ്. അനിൽകുമാർ സിംഗിന് ഒരു പ്രശ്നമുണ്ട്. അവന് ക്ലെപ്റ്റോമാനിയ എന്നൊരു രോഗമാണ്, മോഷണ താൽപര്യത. അതുകൊണ്ട് തന്നെ ആ ചെറുബാലന് ഏതാണ്ട് കുറെ കേസുകളുമുണ്ട് പട്നയിലെ പല പോലീസ് സ്റ്റേഷനുകളായി. അവനെ പിടിക്കാൻ ഷിൻഡയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് കോടതി 48 മണിക്കൂർ അനിൽകുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്ത് 48 മണിക്കൂർ റിമാൻഡ് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഭവയാർലാൽ അവിടെ നിന്നും മടങ്ങി. ഇനി അനിൽകുമാറിനെ ബോംബെയിലേക്ക് കൊണ്ടുവരേണ്ട ചുമതല ഷിൻഡയ്ക്കും 2 കോൺസ്റ്റബിൾമാർക്കുമാണ്. അവർ പാറ്റ്നയിൽ തങ്ങി. പക്ഷേ കഥ അവിടെ മാറി മറിയുകയായിരുന്നു. അന്ന് ഉച്ചതിരിഞ്ഞ് 15ഓളം വക്കീലന്മാർ സ്പെഷ്യൽ കോടതിയിൽ നിന്നും അനിൽകുമാറിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള പേപ്പറുമായി പോലീസ് സ്റ്റേഷനിലെത്തി. അനിൽകുമാറിനെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുപോയി. ആ വക്കീലന്മാരോടും അവിടെയുള്ള പോലീസുകാരോടും പ്രഭാകർ ഗംഗാറാം ഷിൻഡെ എന്ന സബ് ഇൻസ്പെക്ടർ പറഞ്ഞു, അനിൽകുമാർ വലിയൊരു കളവ് കേസിലെ പ്രതിയാണ്. അവനിൽ നിന്നും കളവ് മുതൽ കണ്ടെടുക്കേണ്ടതുണ്ട്. അത് എവിടെയാണ് കൊണ്ടൊളിപ്പിച്ചതെന്നും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അവനെ ബോംബെയിലേക്ക് കൊണ്ടുപോകണം. നിങ്ങൾ സഹകരിക്കണം. അവർ ഒരു കാരണവശാലും സഹകരിക്കാൻ കൂട്ടാക്കിയില്ല. അവർ അവനെ ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് മാറ്റി. പ്രഭാകർ ഗംഗാറാം ഷിൻഡെ എന്ന ആ സബ് ഇൻസ്പെക്ടർ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അനിൽകുമാറിനെ എങ്ങനെയെങ്കിലും മുംബൈക്ക് കൊണ്ടുപോകണം. അയാൾ പാട്ന ഹൈക്കോടതിയെ സമീപിച്ചു. അനിൽകുമാറിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാൻ. അവിടെയായിരുന്നു വിജയകുമാറിന്റെ പവർ അവർ മനസ്സിലാക്കിയത്. പാട്ന ഹൈക്കോടതിയിലേക്ക് കയറാൻ പോയ ഷിൻഡയെയും 2 കോൺസ്റ്റബിൾമാരെയും അവിടുത്തെ നാട്ടുകൂട്ടം തടഞ്ഞു നിർത്തി. വിജയകുമാറിന്റെ മകനെ കൊണ്ടുപോകാൻ അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. നീയൊക്കെ ഇവിടെ തിരിച്ചു പോയില്ലെങ്കിൽ ജീവനോടെ പോവുകയില്ല. നാളെ തന്നെ സ്ഥലം വിട്ടുകൊള്ളണം. തോക്കു ചൂണ്ടിയായിരുന്നു ഭീഷണി. ഷിൻഡെ ആ തോക്കിന് മുന്നിൽ പതറിയില്ല. അയാൾ ആ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി കോടതിക്കുള്ളിൽ പ്രവേശിച്ചു. അപേക്ഷ സമർപ്പിച്ചു. പക്ഷേ കോടതി കാര്യങ്ങൾ 2 ദിവസത്തേക്കും കൂടെ നീളുമെന്നായി. ഷിൻഡയും 2 കോൺസ്റ്റബിൾമാരും അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസം ആരംഭിച്ചു. അപ്പോഴേക്കും വിജയകുമാറിന്റെ ഗുണ്ടകൾ ഗസ്റ്റ് ഹൗസ് വളഞ്ഞു. അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയിലൊന്നും ഷിൻഡെ വഴങ്ങിയില്ല. ഷിൻഡെ അപ്പോഴും പറഞ്ഞു, ആ പയ്യൻ മോഷണക്കേസിലെ പ്രതിയാണ്. അവനിൽ നിന്നും മോഷണം മുതൽ കണ്ടെത്തണം. പിന്നീട് നിങ്ങൾ അവനെ ജാമ്യത്തിലെടുത്തുകൊള്ളൂ. അതൊന്നും കേൾക്കാൻ വിജയകുമാറിന്റെ ഗുണ്ടകളോ വക്കീലോ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഗസ്റ്റ് ഹൗസിൽ വരെയും വിജയകുമാറിന്റെ ഗുണ്ടകൾ എത്തിയപ്പോൾ ആ പോലീസുകാർ ഭയന്നു. കോൺസ്റ്റബിളിൽ ഒരാൾ ബോംബെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. സീനിയർ ഇൻസ്പെക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു. പ്രശ്നം വളരെ വഷളാവുകയാണ്. ഇവിടെ നിന്നാൽ ജീവന് ഭീഷണിയാണ്. സീനിയർ ഇൻസ്പെക്ടർ ഉടൻ തന്നെ ഷിൻഡയെ വിളിച്ചു. സാന്താക്രൂസ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ പോലീസ് ഇൻസ്പെക്ടർ ആവശ്യപ്പെട്ട പ്രകാരം അവർ അവിടെ നിന്നും
യാത്ര തിരിച്ചു. അവർ അങ്ങനെ സാന്താക്രൂസ് പോലീസ് സ്റ്റേഷനിലെത്തി. അവർ ആകെ ക്ഷീണിതരായിരുന്നു. സീനിയർ പോലീസ് ഇൻസ്പെക്ടർ അവർക്ക് 2 ദിവസത്തെ വിശ്രമം അനുവദിച്ചു. ഗംഗാറാം ഷിൻഡെ അങ്ങനെ 1987 സെപ്റ്റംബർ മാസം 25-ന് രാവിലെ വീട്ടിലെത്തി. അദ്ദേഹം ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ച് ഭാര്യയോട് 9 മണിക്ക് തിരിച്ചു വരാമെന്ന ഉറപ്പും നൽകി തൻ്റെ സന്തത സഹചാരിയായ ബുള്ളറ്റിൽ പുറത്തേക്ക് പോയതാണ്. പിന്നീട് ഒരിക്കലും സാന്താക്രൂസിലെ ആ സമർത്ഥനായ പ്രവാഹർ ഗംഗാറാം ഷിൻഡെ എന്ന പോലീസ് ഓഫീസറെ കണ്ടിട്ടില്ല. അയാൾ ആ നഗരത്തിന്റെ ഏത് കോണിൽ പോയി മറഞ്ഞു, ആർക്കും അറിവില്ല. ഷിൻഡെയുടെ പിതാവ് ഗംഗാറാം നാരായണൻ ഷിൻഡെ സാന്താക്രൂസ് പോലീസ് സ്റ്റേഷനിൽ പലതവണ കയറിയിറങ്ങി. തൻ്റെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ പോലീസുകാർ അതിന് വലിയ വില കൊടുത്തില്ല. 2 മാസമായിട്ടും സാന്താക്രൂസിലെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഷിൻഡെ കാണുവാനില്ല എന്ന റിപ്പോർട്ട് പോലും പോയില്ല. അപ്പോഴേക്കും പ്രഭാകർ ഗംഗാറാം ഷിൻഡെയുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. അവരും സാന്താക്രൂസ് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി. പോലീസുകാർക്ക് ആർക്കും അറിയില്ല പ്രഭാകർ ഗംഗാറാം ഷിൻഡെ എവിടെ പോയെന്ന്. ഒരു FIR ഇട്ട് ഒരു അന്വേഷണം നടത്താൻ പോലും അവർ തയ്യാറായില്ല. അങ്ങനെ 2 മാസം കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയാളി പത്രപ്രവർത്തകനായ ഇഗ്നേഷ്യസ് പെരേര ഈ വിവരം അറിയുന്നത്. അദ്ദേഹം പ്രഭാകർ ഗംഗാറാം ഷിൻഡെയുടെ പിതാവിനെ പോയി കണ്ടു. ദ ആഫ്റ്റർനൂണിന്റെ ഫ്രണ്ട് പേജിൽ വാർത്ത വന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാണുവാനില്ല, എവിടെ പോയി മറഞ്ഞു. ഈ വാർത്ത പുറത്തു വന്നപ്പോഴാണ് മേലുദ്യോഗസ്ഥ പോലും ഈ വിവരം അറിയുന്നത്. ഷിൻഡെയെ കാണുവാനില്ല. അവർ അന്വേഷണം ആരംഭിച്ചു. പക്ഷെ ഇന്നും ആ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. പ്രഭാകർ ഗംഗാറാം ഷിൻഡെ ഇന്നും ഒരു മിസ്റ്ററിയായി തുടരുകയാണോ, അതോ അയാൾ വീട്ടിൽ തിരിച്ചെത്തിയോ? ഞാൻ പ്രഭാകർ ഗംഗാറാം ഷിൻഡെയെക്കുറിച്ച് വായിച്ചറിയുന്നത് കേരള മീഡിയ അക്കാദമി പുറത്തിറക്കിയ ഇഗ്നേഷ്യസ് പെരേര എന്ന മാധ്യമപ്രവർത്തകൻ ബോംബെയിലെ തൻ്റെ അനുഭവക്കുറിപ്പുകൾ കുറിച്ച ബോംബെ ടു മുംബൈ എന്ന പുസ്തകത്തിലൂടെയാണ്. അടുത്ത ഒരു കഥയുമായി നിങ്ങളുടെ മുന്നിൽ എത്തും വരെ ഒരു സ്റ്റോറി സലാം.